അങ്ങനെ എൻ്റെ കുട്ടന്മാരെയും കൊണ്ട് ഞാൻ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിത്തിരിച്ചു. ശ്രീകുട്ടനാണെങ്കിൽ ചുറ്റിനും നോക്കണം കേട്ടോ, ഏതൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞങ്ങൾ എടുക്കുന്നതൊക്കെ. എന്തൊക്കെയായാലും അവൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം അവനും കൂടെ കാണേണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും നോക്കി, ഞങ്ങൾ അരിച്ചു പെറുക്കി കേട്ടോ. ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് പോലും ഇഷ്ടപ്പെട്ടില്ല. പല പല വെറൈറ്റി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. ഒന്നും ബർത്ത്ഡേക്ക് പറ്റിയ ഒരു പാർട്ടി വെയർ ഡ്രസ്സൊന്നും അല്ലായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡ്രസ്സും ഇങ്ങനെ കാണിച്ചു തരും, അമ്മേ എനിക്കിത് വേണം എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഒരു രക്ഷയില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് വഴിതിരിച്ച് വിട്ടു. എന്ത് ചെയ്യാനാ, പിള്ളേരങ്ങനെയല്ലേ. പിന്നെ അവൻ ഏതൊക്കെയോ ഡ്രസ്സിൽ പോയി പിടിച്ചു, എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവനെ കൺവിൻസ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഈ ഷോപ്പിംഗ് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ഡ്രസ്സ് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ സിമ്പിളായിരുന്നു. പക്ഷേ അപ്പം എൻ്റെ ആദ്യക്കുട്ടൻ പറഞ്ഞു അതൊന്നും കൊള്ളത്തില്ല അമ്മേ, അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് വഴി തിരിച്ചു വിട്ടു. പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിലൊക്കെ കയറി. അവിടെ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരുപാട് സെലക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒന്നും അങ്ങ് മനസ്സിലിട്ട് പിടിക്കുന്നില്ല, എന്നാന്നറിയത്തില്ല കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓടി നടന്നു. ശരിക്കും പറഞ്ഞ ഒരു വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നു അത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം നോക്കി ഒന്നും സെലക്ട് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ ഷൂവിൻ്റെ സെക്ഷൻ കണ്ടു. ആദ്യക്കൂട്ടിൽ എന്തെങ്കിലും നല്ല ഷൂ എടുക്കണമെന്നൊക്കെ എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിചാരിച്ചു ഓൺലൈനിൽ വന്ന് വേണം ഷോപ്പ് ചെയ്താലോ എന്ന്. അങ്ങനെ ഞങ്ങൾ നോക്കി ഫൈനലി ഞങ്ങളൊരു കണ്ണാടി വാങ്ങിച്ചു കേട്ടോ, എൻ്റെ ഷീക്കുട്ടിന് വേണ്ടി. ഡ്രസ്സാ സെലക്ട് ചെയ്തില്ല, ഒരു കണ്ണാടിയെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവൻ ആ കണ്ണാടി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതും കൊണ്ട് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് സന്തോഷത്തോടെ വീട്ടിലിട്ട് മടങ്ങാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ബോയുടെ ബർത്ത്ഡേ ഡ്രസ്. ഇത് ഞങ്ങള് ഓൺലൈനിൽ കൂടി കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇനി ഞങ്ങളുടെ വലിയ കുട്ടന്റെ ഡ്രസ്സ്, ഇത് രണ്ടും സെയിം സൈറ്റിലാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇനി ഇവർക്ക് മാത്രം മാച്ചിങ് പോരല്ലോ, അച്ഛനും അമ്മയ്ക്കും മാച്ചിങ് വേണ്ടേ, അതുകൊണ്ട് ഞങ്ങളും എടുത്തു ഇതേ സെയിം കളർ. ഇതാണ് എന്റെ ഡ്രസ്. ഇനി ഞങ്ങളുടെ ദിവിനച്ചയുടെ ഡ്രസ്. വലിയ കാര്യമായിട്ടൊന്നും കളറൊന്നും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് എന്ന വലിയൊരു ഘട്ടം ഞങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റിലാട്ടോ, എന്നാന്നറിയത്തില്ല. സ്വന്തം കല്യാണത്തിന് പോലും ഇത്ര എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു കേട്ടോ, സത്യം പറയാലോ. അങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞങ്ങളുടെ കലാപരിപാടികളാണ്, അത്
കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യാനാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എനിവേ